ഇപ്പോൾ ഒരുപാട് ആളുകൾ സർക്കംസിഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുള്ള മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? തൊലി ടൈറ്റ് ആയവർക്ക്, ഫൈമോസിസ് അഥവാ പാരാഫൈമോസ്, തൊലി പുറകോട്ട് വന്നിട്ട് ഫ്രണ്ടിലോട്ട് വരാത്തവർക്ക്, അത്തരം ആൾക്കാരിൽ ഇതൊരു മെഡിക്കൽ സൊല്യൂഷനാണ്. ലൈംഗികപരമായിട്ടുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആൾക്കാർക്കും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ മെയിനായിട്ട് ചേലാകർമ്മം പ്രൊട്ടക്റ്റീവ് ആവുന്നത് ഒന്ന് എച്ച് ഐ വി അണുബാധ വരാതിരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ സഹായിക്കും. പീനിസിൽ ക്യാൻസർ വരാം ചിലവർക്ക്. ആ പീനിസ് ക്യാൻസറിന് നിയോനേറ്റൽ സർക്കംസിഷൻ, ജന്മന തന്നെ കുഞ്ഞിൻ്റെ ചേലാക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പീനിസ് ക്യാൻസറിനെ വരെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. കുറേ നാളത്തെ പഠനങ്ങൾ അതാണ് തെളിച്ചിരിക്കുന്നത്. സർക്കശേഷം ചെയ്താൽ, അതായത് സുന്നത്ത്, അതായത് മാർക്കം ചെയ്താലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഡോക്ടർ പ്രതിപാദിക്കുന്നത്. ഈ സർക്കശേഷം ചെയ്തതിനാൽ, അതായത് സുന്നത്ത് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വലിയ ക്യാൻസർ പോലെയുള്ള, എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങളെ തടയപ്പെടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സുന്നത്ത്, മാർക്കം എന്നൊക്കെ ഈ മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഒരു മുസൽമാന്റെ ഏറ്റവും നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് സർക്കശേഷം. അപ്പൊ അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രവും കണ്ടെത്തിയിരിക്കുന്നു. അതായത് സർക്കശേഷൻ മാർക്കം ചെയ്തു കഴിഞ്ഞാൽ ഇന്നുള്ള ബെനിഫിറ്റ്, ഇന്നുള്ള രോഗങ്ങളെ തടയപ്പെടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് യുക്തിവാദി നേതാവ് ആരിഫ് ഹുസൈൻ എന്ന വ്യക്തി ഈ സർക്കശേഷം, അതായത് സുന്നത്ത് കർമ്മം, മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ആചാരം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു അരജി കൊടുത്തത്. അത് പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ അരജി ചവറ്റുകൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സർക്കശേഷം എന്നത് മുസ്ലിങ്ങൾക്ക് ഇടയിൽ മാത്രം ചെയ്യുന്ന കാര്യമായിട്ടല്ല ഇപ്പൊ ശാസ്ത്രം അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട്, ഇപ്പൊ പല അസുഖങ്ങളെയും തടയപ്പെടാൻ സാധിക്കുന്നത് കൊണ്ട് ശാസ്ത്രം അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് കണ്ടെത്തിയതിനെ കൊണ്ട് തന്നെ മറ്റുള്ള മതവിശ്വാസികൾക്കിടയിൽ പോലും ഈ സർക്കശേഷം ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. സർക്കശേഷം ഇസ്ലാമിൽ ഒരു നിർബന്ധമാക്കപ്പെട്ടത് അതിന്റെ ഗുണങ്ങൾ, ഇതുപോലെയുള്ള ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. മനുഷ്യ ശരീരത്തിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗുണമാകുന്ന പല കാര്യങ്ങളും മാത്രമേ ഇസ്ലാമിൽ പ്രതിപാദിച്ചിട്ടുള്ളൂ. ഇപ്പൊ പന്നി മാംസം എന്നത് ഇസ്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ പന്നി മാംസം കഴിച്ചാലുണ്ടാകുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് ഇപ്പൊ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പൊ ഒരു ജീവി സ്വയം ആ ജീവിയുടെ വിസർജനം കഴിക്കുന്ന ഒരു ജീവി ഉണ്ടെങ്കിൽ അത് പന്നി മാത്രമേ ഉള്ളൂ. ഈ പന്നി മാംസം കഴിക്കുന്നത് വഴി അമിതമായ കൊളസ്ട്രോളും അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഈ പന്നി മാംസം കഴിക്കുന്നത് മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടത് എന്ന് പ്രഖ്യാപിച്ചത്. അപ്പൊ ഈ സർക്കശേഷവും ഈ പന്നി മാംസങ്ങളൊക്കെ ഇപ്പോ ശാസ്ത്രത്തിന്റെ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ അത് മുസ്ലിങ്ങളുടെ ഒരു ഇത് മാത്രമല്ല, അത് മനുഷ്യർക്കെല്ലാം ഗുണമാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കശേഷന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഇപ്പൊ സർക്കശേഷം ചെയ്തു കഴിഞ്ഞാൽ ഒരു മുസൽമാനാകുന്നു അല്ല, ഞാൻ നേരത്തെ പ്രതിപാദിച്ചതുപോലെ മറ്റുള്ള മതവിശ്വാസികളുടെ ആൾക്കാർ പോലും ഇപ്പൊ ചില അസുഖങ്ങളൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന മറ്റ് ഹൈന്ദവ വിശ്വാസിൽപ്പെട്ട ഒരു സഹോദരന്റെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വന്നപ്പോ ഡോക്ടർ സജഷൻ ചെയ്തു, നിങ്ങളുടെ ഈ ശാരീരികമായ ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ സർക്കശേഷം, അതായത് സുന്നത്ത് കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറ്റൊരു ഹൈന്ദവ വിശ്വാസിയായിട്ട് പോലും ഈ സർക്കശേഷം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുത്തിട്ടുള്ള സംഭവം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോ ഇത് മുസ്ലിങ്ങളുടെ ഇപ്പൊ ഞാൻ നേരത്തെ പ്രതിപാദിച്ചതുപോലെ ഈ ആരിഫ് ഹുസൈനെ പോലുള്ളവർ, ആരിഫ് ഹുസൈൻ ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോ മുസ്ലിങ്ങളുടെ ഒരു കുത്തകയാണെന്ന് അവകാശപ്പെട്ടിട്ട് ചിലവർ മുദ്ര കുത്തപ്പെടുമ്പോഴും അത് മനുഷ്യർക്കെല്ലാം ഗുണം ചെയ്യുന്ന കാര്യമെന്നാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ശാസ്ത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്.